2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് BJP ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റ് ഷെയറിലേക്ക് ഉയർന്നത്. 74ഓളം സീറ്റുകൾ അന്ന് നേടിയെടുത്തു. തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെയാണ് പോരാട്ടം നടത്തിയതെങ്കിലും 213ഓളം സീറ്റുകൾ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അന്ന് വാശിയേറിയ പോരാട്ടമുണ്ടായ നന്ദിഗ്രാമിൽ മമതാ ബാനർജി അവസാന റൗണ്ട് വരെ പിടിച്ചു നിന്നെങ്കിലും 1200 വോട്ടുകൾക്കാണ് സുവേദു അധികാരിയോട് പരാജയപ്പെട്ടത്. എന്നാൽ ഭവാനിപ്പൂരിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ 56,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മമത വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. നിലവിൽ 3/4 ഭൂരിപക്ഷം വേണമെങ്കിൽ 221 സീറ്റുകൾ ബംഗാളിൽ വേണം. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി അവിടുത്തെ ഭരണഘടനയെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് BJPയുടെ അനുമാനം. നിലവിൽ പ്രതിപക്ഷത്തെ BJP അംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോ അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ അവിടെ അംഗസംഖ്യയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും CPIM സഖ്യത്തിന്റെ പേരിലായിരുന്നു മത്സരിച്ചത്. എന്നാൽ ആ സഖ്യം ഉപേക്ഷിക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാവുകയാണ്. തൃണമൂൽ കോൺഗ്രസും ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേരുകയാണ്. 250 സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസും 44 സീറ്റുകൾ കോൺഗ്രസും മത്സരിക്കും എന്ന ധാരണയിലേക്ക് എത്താനാണ് സാധ്യത. അതായത് നിയമസഭയിൽ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിനെ 4/3 ഭൂരിപക്ഷത്തിലേക്ക് വിജയിപ്പിക്കേണ്ടതിന്റെ ദൗത്യം കൂടി തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം കോൺഗ്രസ് പങ്കുവയ്ക്കുകയാണ്. അതായത് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ ഭേദഗതിയിൽ ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ അനുമാനത്തിലേക്കാണ് ബംഗാൾ നീങ്ങുന്നത്. അതിനോടൊപ്പം തന്നെ നിലവിലെ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം അതിനെതിരെ പ്രമേയം പാസാക്കിയെടുക്കാനും അതുപോലെ തന്നെ കൂടുതലായുള്ള BJPയുടെ വളർച്ചയെ തടയാൻ വേണ്ടിയുള്ള കൂട്ടായ ശ്രമം എന്ന രീതിയിലാണ് കോൺഗ്രസുമായി ഒരു മിനിമം ഫോർമുലയിലേക്ക് എത്താൻ മമതാ ബാനർജി ആലോചിക്കുന്നത്. കുറെ നാളുകളായി തൃണമൂൽ കോൺഗ്രസിലെ അംഗങ്ങളെ ED ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. BJPയുടെ കേന്ദ്ര നയത്തിന്റെ ഭാഗമായാണത്. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനെയും ഒക്കെ ED ചോദ്യം ചെയ്യുകയും ഒടുവിൽ അറസ്റ്റ് ചെയ്തതും ഒക്കെ ഈ നയത്തിന്റെ ഭാഗമായാണ്. പ്രതിപക്ഷത്തിരിക്കുന്നവരെയെല്ലാം കുടുക്കുന്ന വിദ്യ BJP വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. അതിന് കൃത്യമായി ക്ലീൻ ചീറ്റ് കിട്ടുന്നതോ NDAയിൽ ചേർന്നാൽ മാത്രമാണ്. NDAയിൽ ചേർന്നാൽ ഒരു വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടതുപോലെയാണ്. കൃത്യമായി കഴുകി വെളുപ്പിക്കും. അത് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ വാക്കുകൾ തന്നെയാണത്.